ഗൈസ് നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂരാട്ടോ. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടേക്ക് നമ്മളൊന്നൊരു ചെറിയ യാത്ര പോവുക തിരുവനന്തപുരത്തേക്ക് കേട്ടോ. അവിടെ ഒരു ചെറിയൊരു കറക്കണം. അപ്പോൾ നമ്മളിത് സ്റ്റാൻഡിൻ്റെ ഒരു പരിസരത്താണ് നിൽക്കുന്നത്. റെയിൽവേ സ്റ്റാൻഡിൻ്റെ പരിസരത്ത് കണ്ടില്ലേ. ഇപ്പോൾ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് നല്ല അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. സ്റ്റേഷനിലേക്ക് ഇതില്ല. അപ്പോൾ കേട്ടോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് ഈ വഴിയാണ് നമ്മൾ നടന്നത്. ഇതാണ് സ്റ്റേഷൻ. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ വഴിയാണിത്. സ്റ്റേഷൻ്റെ അടുത്ത് പുതിയ സെറ്റപ്പൊക്കെ വന്നിട്ടുണ്ട്. വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ മുന്നേ എങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഈ രണ്ട് സൈഡിലായിട്ട് വന്നിട്ടുണ്ട് പാർക്കിങ്ങിന്. അത് നല്ലൊരു കാര്യമാണ്. കാരണം ഇപ്പം അത്രയ്ക്കും നല്ല തിരക്കുള്ള ഒരു ഏരിയയാണ് ഈ ഭാഗത്തൊക്കെ. ഒരു ഇടുങ്ങിയൊരു ഏരിയയാണ് ഈ തൃശ്ശൂർ സ്റ്റേഷൻ എന്ന് പറഞ്ഞ ഏരിയ. അധികം നമുക്ക് പാർക്കിങ്ങിൻ്റെ സൗകര്യം കുറഞ്ഞൊരു സൈഡാണ് ഇത്. കണ്ടില്ലേ, അത്യാവശ്യം നല്ല വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും. സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കുറച്ചും കൂടി ഉണ്ടല്ലോ കേട്ടോ. അപ്പോൾ അധികമൊന്നുമില്ല, മെയിൻ റോഡിൽ നിന്ന് കുറച്ചുകൂടി നടക്കാനുള്ളൂ. അപ്പോൾ ഗൈസ് നമ്മൾ സ്റ്റേഷൻ്റെ മുന്നിലെത്തിയിട്ടാണ്. അതാണ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ. കണ്ടില്ലേ, ഇവിടെ ഒരുപാട് ടാക്സികളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, ടാക്സി ഓട്ടോ സ്റ്റാൻഡ് ഇതിൻ്റെ ഇവിടെ അടുത്ത് തന്നെയാണ്. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ടാണ്. ടിക്കറ്റ് ഇവിടെ നിന്നാണ് കൗണ്ടർ. ഇതാണ് ഈ സൈഡിലാണ്. ഈ സൈഡിലാണ് ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് കൊടുത്തിട്ട് അവിടെ നിന്ന് നമ്മൾ തിരുവനന്തപുരത്ത് ടിക്കറ്റ് എടുത്തു. ഇത് എത്ര ടിക്കറ്റിന് വന്നിരിക്കുന്നത്? 220. അതായത് രണ്ടാൾക്ക് കൂടിയിട്ടാണ് 220 കേട്ടോ. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് പ്ലാറ്റ്ഫോമിലേക്ക് പോവാണ്. പ്ലാറ്റ്ഫോം വന്നാൽ ഒന്നല്ലേ. പ്ലാറ്റ്ഫോമിലെ കണ്ടില്ലേ, അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. നമ്മൾ ലോക്കൽ ടിക്കറ്റ് എടുത്തിരിക്കണം. അവിടെ നല്ല അത്യാവശ്യം നല്ല തിരക്കാണ്. മംഗലാപുരം പോണ വണ്ടിയാണ്, ട്രെയിനാണ്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ലോക്കലിൻ്റെ സീറ്റിൻ്റെ അടുത്ത് ഇരിക്കണം കേട്ടോ. കണ്ടില്ലേ, ഏരിയയിൽ നല്ല അത്യാവശ്യം നല്ല തിരക്കാണ്. കണ്ടില്ലേ, നമ്മുടെ ട്രെയിൻ ഏകദേശം ഒരു 12 മണിയാകുമ്പോൾ വരുമ്പോൾ കേട്ടോ. ഇരിക്കാൻ കണ്ടി നല്ല അടിപൊളി ചെയറൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഗ്രാനൈറ്റിൻ്റെ സീറ്റുകളാണ് നമ്മൾ കംപ്ലീറ്റ്. ഇപ്പോൾ ഗൈസ് നമ്മൾ തിരുവനന്തപുരം എത്തിയിട്ടാണ്. തിരുവനന്തപുരം സ്റ്റേഷനാണ് ഇത് കാണുന്നത് കേട്ടോ. കണ്ടില്ലേ, നമ്മളിത് പുറത്തേക്കുള്ള വഴി കേട്ടോ. പുറത്തേക്കുള്ള വഴി കണ്ടില്ലേ. ഇല്ലല്ലേ. ഗൈസ് അപ്പോൾ നമ്മൾ സ്റ്റേഷൻ്റെ പുറത്തേക്ക് കയറുന്നു കേട്ടപ്പോൾ. കണ്ടില്ലേ, ഇത് മെയിൻ റോഡാണ്. സൈഡിലൊരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ, സ്റ്റേഷൻ നല്ല വലിയ സ്റ്റേഷനാണ്. നേരത്തെ എത്തി ട്രെയിൻ. അത് പെട്ടെന്ന് നേരത്തെ എത്തിപ്പോൾ 4 മണിയൊക്കെ ആകുമ്പോൾ ഇങ്ങോട്ട് എത്തിയാണ് നമ്മൾ. അപ്പോൾ നമ്മളിത് KSRTC സ്റ്റാൻഡിലാട്ടോ. അതായത് ട്രിവാൻഡ്രം KSRTC സ്റ്റാൻഡിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ സ്റ്റാൻഡിൽ ഓപ്പോസിറ്റ് കണ്ടില്ലേ, ബസ്സിലൊക്കെ കണ്ടിട്ട് ചെറിയ ചെറിയ കടകളൊക്കെ കണ്ടിട്ട്. ബസ്സാണ് കേട്ടത്.
അതിൽ റെസ്റ്റോറൻറ്റ് പോലെ ഉണ്ടാക്കിയിട്ട് പിന്നെ അപ്പുറത്തുണ്ട്. ഇത് വെറൈറ്റി സംഭവം കാണുമ്പോൾ തന്നെ. റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ അങ്ങോട്ട് നടക്കാനുള്ളൂ കേട്ടോ. വലിയ ദൂരമൊന്നുമില്ല, ഏകദേശം 100 മീറ്റർ. ഇതൊരു ബസ്സിൻ്റെ മാതൃകയിൽ ബസ് തന്നെയാണ് സംഭവം. റെസ്റ്റോറൻറ്റ് സെറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു. എന്തെങ്കിലും കഴിക്കണം. നമ്മൾ നേരത്തെ തന്നെ എത്തിയത്. കുറേ പേരൊക്കെ അത് അവിടെ എടുക്കണമെന്നുണ്ട് കേട്ടോ. നല്ല പഴക്കമുണ്ടല്ലോ ബസ്സിനല്ലേ. ഇന്നലെ അടിപൊളി അതിൻ്റെ ഒരു വെറൈറ്റി ആണ് ഇവിടുത്തെ. അങ്ങനെ മറ്റിലോടത്ത് അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല ഇത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള സ്റ്റാൻഡ് കേട്ടോ അവിടെ നിന്ന്. അപ്പോൾ ഗൈസ് നമ്മളപ്പോൾ അവിടെ നിന്ന് ചായ കുടിച്ചിറങ്ങിയിട്ടോ. ചായ വലിയ കാര്യമൊന്നുമില്ല, ഒരു ദോശയും ഇതൊക്കെ കഴിച്ച്. ഒരു വലിയ എയിമൊന്നുമില്ല, നമ്മൾ കഴിച്ചു എന്ന് മാത്രം. നമ്മൾ വീണ്ടും ഇറങ്ങി സ്റ്റാൻഡിലേക്ക് തന്നെ. നമ്മൾ ഇവിടെ അടുത്തുള്ള പത്മനാഭ ക്ഷേത്രത്തേക്കാണ് പോകുന്നത് കേട്ടോ. അവിടുത്തെ ബസ് നോക്കിയിട്ട് നമ്മൾ നടക്കണത് ഇപ്പോൾ. അതിരാവിലെ അവിടെ അധികം തിരക്കൊന്നുമില്ല കേട്ടോ. നമ്മളത് സ്റ്റാൻഡിൻ്റെ ഉൾവശത്തേക്ക് കയറിയിട്ടോ. KSS സ്റ്റാൻഡിൻ്റെ ഉൾവശം കാണുന്നത്. വേറെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ സൈഡിൽ കൂടെ വീണ്ടും നടന്നു വരും കേട്ടോ. ഇവിടെ കുറച്ചും കൂടി നല്ല വൃത്തിയിലെ ഹോട്ടലൊക്കെ ഉണ്ടല്ലേ. നമ്മൾ വന്ന വഴി എത്തിയതുകൊണ്ടല്ലേ. ഞാൻ കയറണം ഏരിയ അത്. എന്നിട്ട് ഇവിടെ എല്ലാം വന്ന് അങ്ങോട്ട് കൊണ്ടുപോയില്ലേ. എസ്കലേറ്ററൊക്കെ ഉണ്ട് കേട്ടോ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ്, ഓട്ടോ സ്റ്റാൻഡ്. അപ്പോൾ നമ്മളിനി ക്ഷേത്രത്തേക്കുള്ള വഴിയാണ് നോക്കുന്നത് കേട്ടോ. പത്മനാഭ ക്ഷേത്രം ഇവിടുന്ന് സ്റ്റാൻഡിൽ നിന്ന് നേരെ പോണ വഴിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നടക്കട്ടെ. സ്റ്റാൻഡിൽ നമ്മൾ കുറച്ചവിടെ നീങ്ങി ഏകദേശം അമ്പലത്തിനടിക്ക് 1 കിലോമീറ്റർ ഉള്ളൂട്ടാണ്. അപ്പോൾ അധികം ദൂരമൊന്നുമില്ല, നടക്കുള്ള ദൂരമുള്ളൂ. പോസ്റ്റ് ഓഫീസാണ് ഈ സൈഡിൽ. പാലത്തിൻ്റെ മേലേക്കാണ് നിൽക്കുന്നത് കേട്ടോ. അവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ. നമ്മളവിടെയാണ് ഇറങ്ങിയത്. ഇതേ വഴി തന്നെ അമ്പലത്തേക്ക് പോകേണ്ടത് ഉണ്ടല്ലേ. അവിടെ നിന്ന് സ്റ്റാൻഡ് അവിടെ നിന്ന് ഇങ്ങനെ റൗണ്ട് അടിച്ച് വന്നു പോകുന്നത്. കടകളൊന്നും അധികം തുറന്നിട്ടൊന്നുമില്ല. സമയം ഏകദേശം 7 മണി ആയിട്ടുള്ളൂ.